നമ്മുടെ നാട്ടില് കുഞ്ഞു കുഞ്ഞു ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു പപ്സിന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ നമ്മുടെ പപ്സിലോട്ടായിട്ട് ഞാൻ കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കും. വാടി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ച് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്കി വന്നേക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയോടൊപ്പം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റുക. ഇനിയാണ് മോനെ നമ്മുടെ പപ്സ് ആവാൻ പോകുന്നത്. എത്ര പപ്സ് ആണോ വേണ്ടത് അത്രയും ഷീറ്റ്സ് ഒക്കെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ നാടൻ മസാല പുഴുങ്ങിയ കോഴിമുട്ടയൊക്കെ വെച്ച് 4 സൈഡും മടക്കി എടുക്കുമ്പോൾ തന്നെ മോനെ പപ്സിന്റെ പകുതി ഫീല് നമുക്ക് കിട്ടും. ഇനി ഒരു എയർ ഫ്രയർ എടുക്കാം. പപ്സ് നിരത്തി ഞങ്ങൾ വെക്കാം. എന്നിട്ട് 200 ഡിഗ്രിയിൽ ഒരു 18 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിഞ്ഞ പപ്സ് റെഡി. കേട്ടാ സൗണ്ട് കേട്ടാ, ഇനിയൊന്നും പറയണ്ടല്ലോ. ശരി, ബൈ.